ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ ആറാമത്തെ ബ്രൈഡൽ മേക്ക് ഓവറാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു ഓണത്തിന് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ പിരികം ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമായില്ല. എന്നെ കാണാൻ കുറച്ച് ഒരു ലൈക്ക് ആരെ പോലെ ഇരുന്ന് മീശമാധവനിൽ ഭഗീരഥൻ പിള്ളയില്ലേ, ലൈക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെയുള്ള ഷൂട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു തന്നെയായിരുന്നു. പക്ഷെ എനിക്കൊരു പെർഫെക്റ്റ് ഹെയർ സ്റ്റൈലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് കോട്ടക്കൽ സീനത്തിൻ്റെ ഞാനൊരു 3 ഷൂട്ട് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയ കുഴപ്പമില്ലാത്ത ഷൂട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഷൂട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഒന്നാമത്തെ എൻ്റെ 6ാമത്തെ ഷൂട്ടാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ നാത്തൂനാവാൻ പോകുന്ന ആൾ അമ്മുവിൻ്റെ ബ്രൈഡൽ എക്സാമിനേഷനാണ്. സോ ബ്രൈഡായിട്ട് വിളിച്ചത് എന്നെയാണ് കേട്ടോ. എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് അത് ഒതുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുടിയാണ് കേട്ടോ ആദ്യം തന്നെ സെറ്റ് ചെയ്യാനിരുന്നത്. പല ആൾക്കാരും അമ്മുവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പഠിച്ചിട്ടും ഈ ഒരു ജോബ് എടുക്കാൻ തോന്നിയെന്നുള്ളതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷൻ വേറെയാണ്, പാഷൻ വേറെയാണ്. ചില ആൾക്കാർ ഇത് തന്നെ ഒരു ഇൻകമായിട്ട് കരുതുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ MCOM കഴിഞ്ഞാണ്, TTC ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തിനാണ് ഇത് ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രൊഫഷൻ വേറെയാണ്, പാഷൻ വേറെയാണ്. നമുക്ക് പാഷനിലൂടെ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആളുടെ പാഷൻ ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആളിത് ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എൻ്റെ മുടി സ്ട്രെയിറ്റും ക്രിമ്പും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ ലെൻസ് വെക്കാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞു കണ്ണുകളായതുകൊണ്ട് ഇതിനകത്തേക്ക് ലെൻസ് കയറാൻ കുറച്ച് പണിയാണ്. അങ്ങനെ കുറേ നേരത്തെ ട്രൈയിന് ശേഷം എൻ്റെ കണ്ണിൽ ലെൻസ് വെച്ചു കേട്ടോ. അത് 3-4 ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ ഫേസ് മേക്കപ്പിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അമ്മൂനും ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അത്രയും സിമ്പിൾ ലുക്കിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഒരുങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പും കഴിഞ്ഞു, സാരി ഡ്രേപ്പിങ്ങും അതുപോലെ തന്നെ ഓർണമെൻറ്റ് സെറ്റിങ്ങും കഴിഞ്ഞു കേട്ടോ. അവസാനമാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഈ ചുരുണ്ട മുടി എങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചില ഭാഗത്ത് ക്രിമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മുടി സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ലോണം വിശന്ന കാരണം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിച്ചതിന് വന്നതിന് ശേഷം കുറച്ച് സാരി ഡ്രേപ്പിംഗ് ഒക്കെ ഒന്ന് പെർഫെക്ഷൻ ആക്കാനുണ്ടായിരുന്നു, അതൊക്കെ ആക്കി. അതുപോലെ തന്നെ ഹെയർ ഒന്നുകൂടി ഒന്ന് കേൾ ആക്കാനുണ്ടായിരുന്നു, താഴത്തെ ഭാഗമൊക്കെ അതൊക്കെ ആക്കി. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നേ വരെ ചെയ്ത ബ്രൈഡലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് ഇതാണ് കേട്ടോ. ഞാൻ ഇത്രയും അടിപൊളിയാവുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിത് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ.